കണ്ടോ വീണ്ടും നമ്മളെ മുല്ലപ്പന്തൽ ഇങ്ങനെ പൂത്തിരിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ തവണ ഇതിന്റെ ഒരു വീഡിയോ ഇട്ട മുരിങ്ങപ്പൂ പൂത്തിരിക്കുന്നേ. അപ്പൊ അത് കഴിഞ്ഞാണ്ട് അതിന്റെ കായൊക്കെ ആയി ഉണങ്ങി. എല്ലാ കായും ഒന്നും നമ്മൾ എടുക്കത്തില്ലല്ലോ. ഇതാ കണ്ടോ ഉണങ്ങിപ്പോയി. ഉണങ്ങി 2 അരി വരെ ആയിട്ടുണ്ട്. ഈ അരി ഇട്ടാൽ കളിക്കുമായിരിക്കും. ഇത് നല്ല തന്നെ മുരിങ്ങ കേട്ടോ. നോക്കിയേ നിറച്ചും പൂവുണ്ട്. അപ്പം ആ ഒരു ട്രിപ്പ് പൂ കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഒരു മരം നാണ്ട ഇപ്പം കണ്ടോ ഒടിഞ്ഞു വീണ കണ്ടോ. ഈ മരത്തിൻ്റെ ഒരു ഭാഗം ഫുള്ള് ഒടിഞ്ഞു വീണ്. ഇവിടോട്ട് ഇങ്ങനെ നിറയെ പൂവായി കിടന്നത്. പക്ഷെ എനിക്കെന്നേ വീഡിയോ എടുക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ലേ. അപ്പോൾ അത് ഞാൻ വൈകിട്ട് വന്ന ദിവസം ഒരു ദിവസം ഒരു കാറ്റുണ്ടായിരുന്നല്ലോ, ചെറിയൊരു കാറ്റും മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് മൊത്തം ഒടിഞ്ഞു വീണ്. അതിനകത്ത് നിറച്ച് പൂവുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കെല്ലാം വാടിപ്പോയി. എടുക്കാൻ പറ്റിയില്ല. ഈ മുരിങ്ങപ്പൂവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒത്തിരി പേര് അടുത്തുള്ളവരൊക്കെ മുരിങ്ങപ്പൂ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച്. ഇത് പിച്ചാൻ തോന്നാത്തതേ. ഇപ്പം നമ്മൾ ആദ്യമേ 1-2 തവണയൊക്കെ നമ്മൾ പിച്ചെടുക്കാൻ തോന്നും. പിന്നെ നോക്കുമ്പോഴേ അതായത് കണ്ടോ ഇങ്ങനെ തിരി പൊട്ടി വീഴുന്ന കാണുമ്പോൾ പിന്നെ പിച്ചെടുക്കാൻ തോന്നത്തില്ല. മുരിങ്ങയ്ക്ക ഇങ്ങനെ താഴോട്ട് വരുന്ന കാണാവേ. ഇതിനകത്തെല്ലാം ഉണ്ട് കണ്ട. ചെറിയ ചെറിയ മുരിങ്ങയ്ക്ക വീഴുന്നത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് പിച്ചെടുക്കാൻ തോന്നത്തില്ല. പിന്നെ അത് തന്നെയല്ല, പിന്നെ ഇപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കുറച്ചിങ്ങനെ പിച്ചെടുക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് പിച്ചെടുക്കാനെന്നുണ്ടെങ്കിലേ കുറേ സമയം വേണം. നമ്മൾ ഈ പൂ വിരിഞ്ഞ പൂ മാത്രമല്ല ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ മുട്ടല്ലേ, പിന്നെ അത് വേസ്റ്റായി പോകുമല്ലോ. അതുകൊണ്ട് പൂ നോക്കി മാത്രമല്ല എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും സമയം പോകും. പിന്നെ ഇന്ന് ഇത് പിച്ചാൻ കാരണം ഒന്നാമത് ഇന്ന് ഞായറാഴ്ചയല്ലേ, പിന്നെ രണ്ടാമത് ഭയങ്കര മഴക്കോള് വരുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പൂ ഒന്നും കിട്ടത്തില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിന് ഈ പൂ മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നിനും പറ്റത്തില്ല, വെറുതെ വേസ്റ്റായി പോകും ഈ പൂവ്. ആ കായും ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും കുറച്ച് പിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തന്നെ അല്ല തോരൻ വെക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഇത് തോരൻ വെക്കണമെന്നുണ്ടെങ്കിൽ വാടി കഴിഞ്ഞാൽ അത്ര കൊള്ളത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ട് പിച്ച് തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ മുരിങ്ങപ്പൂ വന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പിന്നെ കണ്ടപ്പോഴൊക്കെ ചോദിച്ചു മുരിങ്ങപ്പൂവിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി മുരിങ്ങപ്പൂവൊക്കെ ആളുകൾക്ക് അത്രയ്ക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് കുറച്ച് പേര് വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എനിക്കറിയാൻ വയ്യാത്ത കുറച്ച് പേര് വരെ വിളിക്കുകയും ചെയ്തു. കാരണം അവരൊക്കെ കുറേ പ്രായമുള്ള അമ്മമാരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞേ അവരെ ഒരുപാട് വർഷത്തിന് മുമ്പ് കഴിച്ച സാധനമായി മുരിങ്ങപ്പൂവ. അവരൊക്കെ പുറത്തൊക്കെ താമസിക്കുന്നവരാകുമ്പോഴേ അവർക്ക് മുരിങ്ങപ്പൂവൊക്കെ കിട്ടാൻ പാടല്ലേ. അപ്പോൾ അവർ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ സീസണൊക്കെ ആയിരിക്കത്തില്ല. അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പിച്ചാൻ നേരത്തെ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒന്നുകൂടെ എടുക്കാം. എനിക്കൊന്ന് കുറച്ച് നാളെല്ലാം ആയുള്ളൂ ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടിട്ട്. കഴിഞ്ഞ തവണേ ഇത് പൂ പിടിച്ച് ഇതേപോലെ കാ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഒടിഞ്ഞ് വീണങ്ങ് പോയായിരുന്നു. പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കിളിച്ച് വന്നതായിരുന്നു ഇത്. ഇങ്ങനെ നിറയെ പൂ പിടിച്ചത് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇത്രയും പൂവ് പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ക്രീം കളറാണ് പൂവിൻ്റെ. നോക്കിയേ ഈ പൂവിന് ഒരു പ്രത്യേക മണവും ഉണ്ട് കേട്ടോ. ഈ പൂ പിച്ച് വെച്ചിരുന്നാലും നമുക്ക് പ്രത്യേകം അറിയാം. മുരിങ്ങപ്പൂവിനൊരു പ്രത്യേക വാസനയാണ്. അത് നമ്മൾ തോരൻ വെക്കുമ്പോഴേ ആ ഒരു വാസന ഇങ്ങനെ പ്രത്യേക വാസന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ 2-3 തേനീച്ചക്കൂടൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോഴാ അതിനകത്ത് തേനീച്ച മൊത്തം ശരിക്കും പൂ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടിഞ്ഞത് കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ശരിക്കും പൂ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങപ്പൂ ഉണ്ടോ